നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ 5 ലഞ്ച് റെസിപ്പിയിൽ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റൈസാണ് ഉണ്ടാക്കണേ. ഇന്നത്തെ റൈസ് ചിലപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളവരൊന്നും അധികം അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. ആന്ധ്ര സ്റ്റൈലൊരു റെസിപ്പിയാണ് ഇത് കറിവേപ്പില റൈസാണ് കേട്ടോ. കറിവേപ്പില കൊണ്ട് ഉണ്ടാക്കുന്ന അതാണ് അതിലെ മെയിൻ കണ്ടൻറ്റ്. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു, അതായത് ടൊമാറ്റോ റൈസിലും പിന്നെ മറ്റേ വേറെ വെച്ച് ഒരു റൈസും കൂടെ ഉണ്ടാക്കിയല്ലോ. ടൊമാറ്റോ റൈസ് തന്നെ, ഇത് പായസം പോലെ ആയില്ലോ, വേവ് കൂടിയല്ലോ എന്നൊക്കെ. പിന്നെ ഇവിടെ മക്കൾക്കും അതെ കേട്ടോ, ചോറ് എനിക്ക് എല്ലാവർക്കും അത് ഇത്തിരി വെന്താലത്തെ ഒരു പ്രകൃതമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് വേവിക്കണേ. അപ്പോൾ വേവ് കഷ്ടി വേണ്ടവർക്ക് ഇപ്പോൾ 3 ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് ഞാൻ ഇപ്പോൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഒരു പൊടിക്ക് കുറച്ചാൽ മതി. ഇന്നിപ്പോൾ ഞാൻ അരി വേവിക്കുന്നത് കുക്കറിൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് വെക്കുന്നത്. നമ്മുടെ റൈസിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇത്. സാധാരണ സാമ്പാർ പരിപ്പ്, ഇത് പൊട്ടുകടല. ഇനി സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് കൂട്ടിയാലും മതി. ഇത് രണ്ടും വറക്കാനുള്ളതാണ്. അതിൻ്റെ ഒപ്പം വേണ്ട സാധനമാണ് 1 ടീസ്പൂൺ ജീരകം. പിന്നെ മെയിൻ സാധനം നമ്മുടെ കരിവേപ്പില. അത് മൊത്തം ഊരിയെടുക്കുക. നല്ല തളിരിലയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കുറേശ്ശെ കൊമ്പും കോലൊന്നും പെട്ടാലും ഇത് വേണ്ട. പിന്നെ വാങ്ങണ കരിവേപ്പിൻ്റെയാണെങ്കിൽ നല്ലോണം വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കുക. കരിവേപ്പിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 3 ഗ്ലാസ് അരിയാണ് അരിക്കെടുത്തണേ. 1 പിടി എന്തായാലും വേണം. 2 പിടി ആയാലും കുഴപ്പമില്ല. കരിവേപ്പിൻ്റെ സ്വാദ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 പിടി ഇടാം. നല്ലെണ്ണയിലാണ് വറക്കണത്. പരിപ്പാണ് ആദ്യം വറക്കണേ. അപ്പോൾ പരിപ്പ് മൂത്തെണ്ണോ അതിൻ്റെ മണം വരില്ല. അപ്പം ഞാൻ പൊട്ടുകടല ഇടുകയാണ് കേട്ടോ. പൊട്ടുകടലയ്ക്ക് അത്രണ്ണം മൂപ്പില്ല, അതാണ് അത് കുറച്ച് കഴിഞ്ഞത്. ഇതിൽ വേണമെങ്കിൽ നട്ട്സൊക്കെ ഇടാം കേട്ടോ. ബദാമോ അണ്ടിപ്പരിപ്പോ കടലയോ ഒക്കെ ഇടാം. നിലക്കടല. പൊട്ടുകടല മൂത്തു. ഇനി ഞാൻ കറിവേപ്പില ഇടാൻ പോവാണ്. അതിൻ്റെ ഒപ്പം തന്നെ ജീരകം ഇട്ടുണ്ട്. ഒരു നുള്ള് കുരുമുളക് പൊടി. കരിവേപ്പില ബ്ലഡ് ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതിങ്ങനെ ഈ പൊടി നമുക്ക് പൊടിച്ച് വെക്കാം. ഇൻസ്റ്റൻ്റായിട്ട് പൊടിച്ച് വെച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. കറിവേപ്പില ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. ആ ഒരു പച്ചമണം ഒന്ന് പോവാൻ അത്രേ വേണ്ടൂ. ഒക്കെ വേറെ വേറെ വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെയും വറുത്തെടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഈ പൊടിയുടെ കളർ കേട്ടോ. പിന്നെ റൈസ് ഇതാ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നമ്മൾ ബാക്കി എല്ലാ റൈസിനൊക്കെ വേവിക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഇന്ന് ഒത്തിരി കുഴഞ്ഞ ടൈപ്പ് തന്നെയാണ്. പറഞ്ഞ പോലെ വേവ് കുറച്ച് വേണ്ടവർക്ക് വെള്ളമൊക്കെ കുറച്ച് വെച്ച് ഒരടിയൊക്കെ അടുപ്പിച്ചാൽ മതി. നമ്മൾ ഈ പൊടി ഇതിലേക്ക് തട്ടണം. ഇത് റൈസിൻ്റെ ഒപ്പം ഇട്ട് വേവിച്ചൂടെ ചോദിച്ചാൽ വേവിക്കാം. പക്ഷേ കരിവേപ്പിലേക്ക് അത്ര വേവ് വേണ്ട. അത്രയും വെന്ത് അതിൻ്റെ ഗുണം കളയണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് ഇതിൽ തന്നെ ഇട്ടിട്ട് പൊടിച്ച് ഒന്ന് വഴറ്റി പിന്നെ അതിലിട്ട് വേവിക്കാത്തതാണ് കേട്ടോ. ഇത് വറവിട്ടതാണ്. കടുകും മുളകും മാത്രമേ ഉള്ളൂ. നല്ലെണ്ണയിലാണ് വറവിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി. പുതിയ ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം.